രംഗൻ ചേട്ടൻ ഈ സെറ്റപ്പിലാകാൻ കാരണം പകൽ മാത്രമേ മോഷ്ടിക്കൂ. സൂര്യൻ അസ്തമിച്ചാൽ മോഷ്ടിക്കുന്നത് പാപമാണെന്നാണ് രംഗൻ ചേട്ടൻ വിശ്വസിക്കുന്നത്. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി ആധാറിലെ പേര് സന്തോഷ് ബാബു 19-ാം വയസ്സിൽ മോഷണം തുടങ്ങി. ഓഗസ്റ്റ് 15-ന് കണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ഓഗസ്റ്റ് 30-ന് ഒറ്റപ്പാലം അമ്പലപ്പാറയിലുള്ള ഓട്ടോ ഇലക്ട്രിക് കടയിൽ കയറി 80,000 രൂപ മോഷ്ടിച്ചു. ഇത്ര മാത്രമേ രംഗൻ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അതിനാണിപ്പോൾ ഒറ്റപ്പാലം പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഒറ്റപ്പാലം പോലീസ് പിടികൂടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പഴയന്നൂരിൽ ഓട്ടോറിക്ഷയിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആളുടെ പണം മോഷ്ടിച്ചിരുന്നു. വലിയ സമ്പന്നരുടെ അടുത്ത് മോഷണത്തിനൊന്നും പോകില്ല. പകൽ കഠിനാധ്വാനം ചെയ്യുന്ന ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉടമകൾ അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നവർ തുടങ്ങിയവരുടെ അടുത്ത് മാത്രമേ രംഗൻ ചേട്ടൻ മോഷണം നടത്തൂ. രണ്ടാണ് കാരണം. ഒന്ന്, തല്ലുകൊള്ളില്ലെന്ന്. രണ്ടാമത്തേത്, പലരും പരാതിയും നൽകില്ല. അതുകൊണ്ട് കേസും കുണ്ടാമണ്ടിയും ഒന്നും ഉണ്ടാകില്ല. സൂര്യൻ അസ്തമിച്ചാൽ ഒരൽപ്പം വീരഭദ്രന്റെ സേവയുണ്ട്. പിന്നെ സ്വസ്ഥം സുഖം ഉറക്കം. രാവിലെ വീണ്ടും തുടങ്ങും മോഷണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മോഷണം ഉണ്ടാകില്ല. കാരണം ഒറ്റപ്പാലം ജയിലിലാണ്. അവിടെയാണെങ്കിൽ ഭക്ഷണവും കിട്ടും, ആവശ്യത്തിന് വിശ്രമവും കിട്ടും. എന്തായാലും രംഗൻ ചേട്ടൻ ഹാപ്പിയാണ്.